ഒന്ന് പോണ്ടേ? എന്താ നാണമുണ്ടോ? ഏയ് എനിക്കൊരു നാണമില്ല. എനിക്കറിയാം നീ നാണോ മാനമൊന്നും ഇല്ലാത്തവളാണെന്ന്. പക്ഷേ വീട് വിട്ടിറങ്ങിന്റെ ചെറിയൊരു പേടിയുണ്ടല്ലേ? ഏയ് ഈ കൊക്കത്ര കുളം കണ്ടതാ. കൊക്കിനെ ഞാനെന്ന് കൊന്ന് കറി വെച്ച് തിന്നട്ടെ. കറി വെച്ച് തിന്നുന്നതിന് കൊള്ളാം, എല്ല് തൊണ്ടേ കുളിക്കരുത്. ഒരു തമാശക്കാരി പെണ്ണ് കാണാൻ വന്ന ദിവസം തൊട്ടേ ആലോചിച്ചതാ എനിക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന്. അതിനെന്താ ചേട്ടൻ അവിടെ നിന്ന് ഒറ്റയ്ക്ക് സംസാരിക്കും? പോവില്ലേ? അതല്ല പിന്നെ എന്റെ കുസുമത്തോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന്. പറ, നമുക്ക് അണികൊണ്ട് ഇപ്പോൾ ഊട്ടി പോയാലോ? അയ്യോ, ഊട്ടിന്ന് പറഞ്ഞ പോയതിന് തണുപ്പല്ലേ? ഊട്ടിന്ന് പറഞ്ഞാലൊന്നും ഒരു തണുപ്പില്ല. പിന്നെ കാശിയിറക്കി നമ്മളവിടെ ചെന്നാലേ ഉള്ളു തണുപ്പ്. എന്റെ കുസുമത്തിന് ആരോ പറഞ്ഞ് പറ്റിച്ചു വെച്ചിരിക്കുന്നതാ. നമ്മുടെ ജീവിതത്തില് ഒരിക്കലും മറക്കാനാവാത്ത ആദ്യരാത്രിയുടെ സുഹൃത നിമിഷങ്ങളാണ് എന്റെ കുസുമം. അമ്മയല്ല, അമ്മയെത്തും പറ്റി ഇവിടെ സമയത്ത് ഒന്നും ആയില്ല. അതിനൊക്കെ കഥ കടച്ച അല്ല. പിന്നെ ഒരു അറിവില്ലാത്ത പെണ്ണോട് ഒറ്റയ്ക്ക് വന്നിരിക്കാനായിരുന്നു ഞാൻ. പിന്നെ അറിഞ്ഞിടാത്ത പെണ്ണ്, പരിചയമില്ലാത്ത പെണ്ണു മദ്യപാനം കണ്ട കഷ്ടം മരിച്ചിട്ട് 10-15 വർഷമായി. അയ്യോത്തിന് കളവി ഇവിടെ നല്ല വിചാരം കണ്ടോ? നിങ്ങൾ ഇത് ചോദിക്കാനാണോ അമ്മ ഈ രാത്രി ഇങ്ങോട്ട് കയറി വന്നത്? അന്നല്ല, എന്റെ മരുമോള പറ, എന്റെ മോളെ പറ. അല്ല, ഇതൊരു അമ്മയായിരുന്നു. പിന്നെ നീ എന്ത് കരുതി? ഞങ്ങൾക്ക് റെയ്ഡ് വായിക്കും. നാളെ തൊട്ട് ഈ വീട്ടിൽ ഗ്യാസ് കളക്ഷൻ. അതാ പറയുന്നത് സ്നേഹമെന്ന്. ഇതാണ് സ്നേഹം. സ്നേഹം കൊണ്ടൊന്നും അല്ല, ഞാൻ പറയാറില്ലേ ഇവിടെ ഇങ്ങനെ വിളക്കാണെന്ന്. ഇവിടെ നിന്ന് കത്തിരിക്കുന്ന കാരണം നിങ്ങൾ പേടിപ്പിച്ച് പറഞ്ഞേ. അറിയാത്ത 36 പെണ്ണുങ്ങളെ പറ്റി ഒരു കല്യാണം ഒക്കെ ഒരു കരുണ കാണിയമ്മ. ഇന്ന് രാത്രി തന്നെ അമ്മായി അമ്മ പോയിട്ടല്ലേ? വയ്യേ ഒന്നുമില്ല, വയ്യേ ചൂട് കൊടുക്കട്ടെ. ചൂടുവെള്ളം വേണ്ട, കട്ടഞ്ഞ എടുക്കട്ടെ. ഇല്ല, ഒന്നും വേണ്ട. എന്തെങ്കിലും ഇങ്ങോട്ട് നോക്കണം, നീ എന്തിനാ അങ്ങോട്ട് നോക്കുന്നത്? എന്റെ പൊന്നമ്മച്ചി 10-26 വർഷം കൊണ്ട് ഞാൻ അങ്ങോട്ട് തന്നെ അല്ലേ ഈ കിടന്ന് നോക്കുന്നേ. വല്ല ഗതിയിൽ പിടിച്ചിട്ടുണ്ടോ? തീരെ അങ്ങ് വയ്യ. കട്ടഞ്ഞ ചൂടുവെള്ളം വേണ്ട, കട്ടഞ്ഞല്ലേ. വേറൊരു കാര്യം, നാളെ ആൾക്കാരെ ഇങ്ങോട്ട് വരും. വരുമ്പോഴേ നാരങ്ങളും പിടിച്ചു കൊടുക്കണം. എവിടെ കട്ടിലിരിക്കുന്നു? ഈ കട്ടിലിനെ നാരങ്ങ കൊണ്ടുവയ്ക്കാൻ കട്ടിലുള്ളൂ ഈ വീട്ടിൽ. അതിന്റെ പേര് പറഞ്ഞ് നീ ഇങ്ങോട്ട് വരണ്ടല്ലോ. ഒരു വിലക്കല്ലോ. ഒന്നുമില്ല മക്കളെ, അത് ചൂടുവെള്ളം. എനിക്ക് ചൂടുവെള്ളം വേണ്ട. മക്കളുടെ കട്ടൻ ചായ വേണ്ട, ചൂടുവെള്ളം ഒന്നും വേണ്ട. ചൂടുവെള്ളം വേണ്ട, ഒന്നും വേണ്ട. അപ്പൊ നമുക്ക് പോട്ടെ, പോകുമ്പോ പോട്ടെ. ദിവസം തെളിവൊന്നും മാറിക്കോളും. അല്ലെങ്കിൽ എന്റെ ചക്കര വേണം മാറ്റിയെടുക്കണേ. ചക്കര മാറ്റിയെടുത്ത മാറ്റിയാലും ഉണ്ടാക്കിയ എത്തിച്ചാലും ഇട്ടിട്ട് കൊതിയോ? അമ്മയുടെ സ്വഭാവം മാറ്റുന്ന എന്താ? അമ്മയെ കണ്ടപ്പോ അമ്മ പേടിച്ചു പോയോ? ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല, ഒന്നും പേടിക്കാനില്ല കേട്ടാ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാം ആദ്യരാത്രിയുടെ സുവർണ നിമിഷങ്ങളാണ് എന്റെ കുസുമം. കോളേജ് അധ്യാപകനല്ല ഞാൻ, പാചകക്കാരൻ. കുരുട്ടില്ലേ പാലുകൊണ്ടുവന്ന ക്ലാസ് കൊണ്ടുവന്നതാ. കുരുട്ട് വെച്ചാൽ നീ ഇരുട്ട് വാക്കിനോട് കൊണ്ട് കയറി വരാൻ തോന്നിയില്ല. നിനക്കൊരു മര്യാദയില്ല. ഈ സമയത്താണ് ഒരു മണിയായി കയറിയിട്ടുള്ളൂ. ചേട്ടനെ ഞാനായിട്ടുള്ള സോഷ്യൽ മെന്റാലിറ്റി ഞാനായിട്ടുള്ള സോഷ്യലിസം. നിനക്ക് സോഷ്യലിസം കാണിക്കാൻ കാരണമാക്കുന്ന മുറിയല്ല, കട്ടപ്പണ്ണി ചുമക്കുന്ന സുധാകരന്റെ മുറിയാണ്. അത് കുടിച്ചിട്ട് തരാമെന്ന് പറഞ്ഞില്ല. അത് കുടിച്ചിട്ട് കണക്കൊടുക്കാനുള്ള
25 രൂപ. ഈ സമയത്ത് കൂടും 25 രൂപ എനിക്ക് പോയാ ഇതിൽ ഒഴിച്ച് അടിക്കാൻ ഒരു പൈറ്റ് വാങ്ങാനുള്ള കാശും കൂടെ. എടാ ഈ സമയമായോണ്ട് അല്ല നീ കത്ത് പിന്നെ റേറ്റിന് പോലും തരാത്തവൻ അറിയാം. അതൊക്കെ ഞാൻ ഡീൽ ചെയ്ത് വിട്ടു. പോയില്ല. ഇനി എന്ത് പറഞ്ഞ നിനക്ക് ഇവിടെ എന്റെ ചൈൽഡ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇത് അണ്ടാറല്ലേ? എന്റെ പൊന്നു കുഞ്ഞ് ആരെങ്കിലും ഒക്കെ വരുമ്പോൾ പിന്നെ ഇങ്ങനെ നിൽക്കണം. പറഞ്ഞല്ലോ നാട്ടുകാരെ കൊണ്ടുവന്ന് പറയിപ്പിക്കാൻ എനിക്ക് വയ്യ. അയ്യോ അങ്ങനെ വിളിക്കില്ല നീ എന്നെ. അതൊന്നും പറഞ്ഞിരിക്കാനുള്ള സമയമല്ലത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യരാത്രിയോട് സുഗന്ധം ലഭിച്ചിട്ടുള്ളതാണ് ഒന്ന് പറ. അറിയാൻ പാടില്ല. നിനക്ക് മതിയാടാ. ചൂടുകൾ എടുക്കട്ടെ. എന്റെ ദൈവമേ ഈ വീട്ടിൽ ഇതിനു വേണ്ടി ചൂടുള്ളത് എവിടെ കിടക്കുന്നത്? ഒരു അമ്മയെ ചോദിക്കാമോ എന്ന് എനിക്കറിയില്ല. എന്താ ചോദിച്ചു പോവുകയാണ്. ചോദിക്കും ക്ഷമിക്കണമല്ലോ. നിങ്ങളുടെ ആദ്യയാത്ര ഞാൻ വന്ന് ശല്യപ്പെടുത്തിയായിരുന്നു. അമ്മയെ പറഞ്ഞു വിട്ടു, പാചകക്കാരനെ പറഞ്ഞു വിട്ടു, നാരങ്ങ എടുത്തു കൊടുത്തു, കഥ കളിച്ച് ജലമെടുത്തു. ഇനി എന്റെ വായികളെ അതും അടച്ചു. എന്തോ ഒരു കാര്യം ചോദിക്കാം. എന്തോ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസമേയുള്ളൂ. നീ ചേട്ടന് 1 മാസത്തേക്ക് ജോലിക്ക് ഒന്നും പോകണ്ട. കല്യാണം കഴിഞ്ഞ തറവാട്ടി കഴിഞ്ഞിരിക്കുന്നല്ല നമ്മുടെ സ്വഭാവം. കല്യാണം തന്നെ നമ്മൾ ജോലിക്ക് പോകണം. പഴങ്ങളുടെ കേട്ടിട്ടില്ലേ? സമ്പത്ത് കാലത്ത് കഴുത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് നമുക്ക് കാപത്ത് തിന്നാം. അപ്പൊ സമ്പത്ത് കാലത്ത് റബ്ബർ വെച്ചാലോ? ആപത്ത് കാലത്ത് പരിശോധിക്കുന്നേ നല്ലത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യരാത്രിയുടെ സുവർണ്ണ നിമിഷങ്ങൾ. എന്റെ കുസുമം ഒരു പുതിയ ഉടുപ്പും കാറ്റും മേടിച്ചില്ല. ഇനി പറ മാമിനൂടെ കിടക്കണോ? കണ്ടോ ഇതിനൊക്കെ പിന്നണി ആരാന്നറിയാമോ? എന്റെ വീട്ടുകാർ ചെയ്യുന്ന പ്ലാനിങ് ആയിരുന്നു. കാരണം ഞാനൊരു കന്യകനാട്ടിൽ അവർക്ക് അല്ല ഈ വീട്ടിൽ എത്ര മുറിയിൽ പിടി ഈ കല്ലിലാണ് ഇതൊക്കെ പറഞ്ഞ് വിട്ടിരിക്കുന്നത്. എന്റെ അറിയില്ല നാളെ നേരെ പഠിച്ചു അവനെ കൊണ്ടുവരുന്നത് ഒന്നില്ലെങ്കിൽ ജീവിതം എന്റെ തോന്നലൊക്കെ പറയാമല്ലോ. പറഞ്ഞില്ല ഇതല്ലേ എന്റെ കുഴപ്പം. ഞാൻ തെറ്റിട്ടുള്ള വല്ല കാര്യമുണ്ടോ? ഇതെന്റെ ആദ്യരാത്രിയല്ലേ? അല്ലല്ലോ. എന്നെ കൊണ്ട് അതൊന്നും വിളിച്ച് പറയിപ്പിക്കല്ലേ. ഇതൊന്നും സംസാരിച്ചിരിക്കാനുള്ള സമയമല്ല. നമ്മുടെ ആദ്യരാത്രിയുടെ സുവർണ്ണ നിമിഷങ്ങളാണ്. എന്നെ ജീവിതം അല്ലെങ്കിൽ ജയിൽ. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് മതി. ഇന്നാണ് എനിക്ക് ഇന്നൊന്നും അറിയണം.
ഞാനേ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വന്നതല്ലേ രാത്രി. യാത്ര പറയാൻ വേണ്ടിട്ട് വന്നു. അയ്യോ അമ്മ യാത്ര പറയാൻ വന്നേതാ? ഞാൻ തറവാട്ടിലേക്ക് പോവാ. തറവാട്ടിലോട്ട് പോവാണ്. തറവാട്ടിൽ പോവാ. അതുമല്ല ഇവിടെ AC ഇല്ല. അയ്യോ അമ്മ AC ഇല്ലാണ്ട് AC ഇല്ലാണ്ട് എനിക്ക് പറ്റത്തില്ല. അതിന്റെ അമ്മായി മരിച്ചിട്ട് ഞാൻ മരണം അറിയിച്ചു. നീ വന്നില്ല. അപ്പൊ ഇപ്പോഴെങ്കിലും വരുമ്പോ അതിന്റെ കുറവ് ഇപ്പൊ നടത്തുന്നു. ഒരു ദിവസം കൂടെ രണ്ടുപേരും കൂടെ തറവാട്ടിൽ വരണം. ഹണിമൂണ് പിന്നെ തറവാട്ടിൽ അടിച്ച് പൊളിക്കാം. പറ്റൂല. AC ഇല്ലാണ്ട് പറ്റില്ല. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് എന്റെ എല്ലാ ഞാൻ അടയ്ക്കണം. കല്യാണം കഴിഞ്ഞ് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ ആദ്യം വണ്ടിക്കൂലി കൊടുത്തതാ ഈ പട്ടിക്ക്. അവൻ രാത്രി യാത്ര ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു. രാത്രി കടമേറ്റ് ചെന്ന് കയറാൻ അവന്റെ തറവാട്ടി. ചെന്ന് കയറാനാണ് തറവാട്ടി. ഇവിടെ എന്റെ തറവാട്ടി സമാധാനം തരുന്നില്ല. പിന്നെ അവന്റെ തറവാട്ടി ചെന്ന് കയറി കൊടുത്ത നീ അവന്റെ തറവാട്ടുണ്ടോ? 2 വിളക്കുമ്പും 4 റോലയും ചേർത്ത് വെക്കുന്നതാ തറവാട്ട്. കട്ടിക്ക് വന്നിട്ട് പോയില്ലേ? AC ഇല്ലാതെ ഉറങ്ങൂല. അവന്തളവനെ AC ഇല്ലാതെ ഉറങ്ങൂല. കോഴിയെ കെട്ടി തൂക്കിട്ട് കാറ്റ് കൊള്ളുന്നവരാ AC. ഇപ്പൊ AC അനപ്പൂർവ എട്ടപ്പനെന്ന് ചവിട്ടിക്കൊണ്ടതാ സുധാകരൻ. ഇനി വാതിൽ അടച്ചിട്ടുണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ വന്ന് കുട്ടിയാൻ പോലും തുറക്കത്തില്ല. ഇത് സത്യം സത്യം സത്യം. നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കാൻ പറ്റാവുന്ന ആദ്യ രാത്രിയുടെ സുവർണ്ണ നിമിഷങ്ങളാണ് എന്റെ കുസുമം. ഒരുപാട് പ്രതീക്ഷകളുമായി വിവാഹം കഴിഞ്ഞ് കുടുംബജീവിതം തുടങ്ങുന്ന നവദമ്പതികൾക്ക് നേരിടേണ്ടി വന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. മനോഹരമായ ഒരു സ്കിറ്റ് കഴിഞ്ഞു നമ്മളുടെ. ഇനി നമുക്ക് ഒരു ഡാൻസ് പ്രോഗ്രാം ആയാലോ?